വലിച്ചു നീട്ടി ആവർത്തിച്ചു പറഞ്ഞു ഒറ്റയടി. VS അങ്ങനെയാണ് എതിരാളികളെ തകർക്കുന്നത്. പ്രസംഗത്തിലൂടെ എതിരാളിയെ എങ്ങനെ തറപറ്റിക്കണമെന്നും VSന് നന്നായി അറിയാം. ആരെയും അനുകരിക്കാതെ സ്വന്തം വാരിയലക്കൽ ശൈലി. ഈ ശൈലിയിൽ നല്ല ചുട്ടയടി കിട്ടിയവരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ രാഹുൽ ഗാന്ധി വരെ. CPMന് ജന്മം നൽകിയവരിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന അവസാന വ്യക്തിയാണ് VSലൂടെ വിടവാങ്ങുന്നത്. ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ പരിഹാസത്തിന്റെ വെടിയുണ്ടകൾ കൊള്ളിച്ചുവെങ്കിൽ കേസുകൾ പിന്നീട് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി വന്നു. വിമർശിച്ചവരെല്ലാം തെറ്റ് തിരുത്തിയപ്പോൾ VS ആകട്ടെ മരിക്കും വരെ സോളാറിനും സരിതയും വെച്ചുള്ള പരിഹാസ കൂരമ്പിൽ നിന്നും ഉമ്മൻചാണ്ടിയെ എയറിൽ നിന്നും താഴെ ഇറക്കിയിരുന്നില്ല. സോളാർ സമരവുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരായ തന്റെ നിലപാടുകളെല്ലാം അതേപടി നിലനിർത്തി തന്നെയാണ് VS വിടവാങ്ങിയത്. വലിച്ചു നീട്ടി വാരിയലക്കിയുള്ള VSന്റെ ചാട്ടുളി പ്രയോഗത്തിൽ രാഹുൽ ഗാന്ധിയും നീറിപ്പുകഞ്ഞിരുന്നു. അമൂൽ ബേബി എന്ന പരിഹാസം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വൈറലായിരുന്നു. VSനും ചരിത്രപരമായ ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം കർഷകരുടെ കൃഷികൾ വെട്ടിനിരത്തിയതാണ്. കേരള രാഷ്ട്രീയത്തിൽ വെട്ടിനിരത്തൽ എന്ന പ്രയോഗം പോലും അന്നു മുതലാണ്. പാടത്തും വയലിലും ഇറക്കിയ കൃഷികളെല്ലാം വെട്ടിനിരത്തി CPM കൊടി നാട്ടിയത് VS പറഞ്ഞിട്ടായിരുന്നു. അനേകം കർഷകരുടെ വിളകൾ ഇത്തരത്തിൽ വെട്ടി നശിപ്പിച്ചത് ഒരു കളങ്കമായി. ഇതും മരണം വരെ തിരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വെച്ചകൽ പിന്നോട്ടില്ല എന്ന് സോളാർ കേസിലും വെട്ടിനിർത്തൽ കേസിലും ഉദാഹരണം. ആലപ്പുഴ പുന്നപ്ര പറവൂർ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കാമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 അനിഴം നക്ഷത്രത്തിൽ ജനനം. ആരെയും കൂസാത്ത അച്ഛന്റെ പ്രകൃതം മകൻ VS അച്യുതാനന്ദനെ സ്വാധീനിച്ചു. ജമ്മിത്വവും ഐത്വവും കുഴിച്ചിട്ട് തിരുവിതാംകൂറിന്റെ കഥകൾ കേട്ടായിരുന്നു ബാല്യം. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ കുട്ടിക്കാലം. എന്നാലും 2ാം വയസ്സ് മുതൽ ചെങ്കൊടി പിടിച്ചു തുടങ്ങി. ഒരു തുന്നൽക്കാരനായിരുന്നു VS. ജ്യേഷ്ഠൻ ഏറ്റെടുത്ത അച്ഛൻ്റെ ജൗളിക്കടയിൽ തുണി മുറിച്ചു കൊടുത്തും ഉടുപ്പ് തുന്നിയും സഹായിയായി കൂടി. തയ്യൽ കടയിലെ വർത്തമാന തീപ്പൊരികൾ VSലേക്കും പടർന്നു. നിയമവിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 1940 17ാം വയസ്സിൽ അംഗമായി. 1946 ഒക്ടോബർ 23 VSന് അറസ്റ്റ് വാറന്റ് വന്നു. ഭൂ ഉടമകൾക്കെതിരായ സമരമായിരുന്നു വിഷയം. പുന്നപ്ര, പറവൂർ, കളർകോട് എന്നിവിടങ്ങളിലേക്ക് സമരം വ്യാപിച്ചു. പോലീസിന് പിടികൊടുക്കാതെ VS ഒളിവിൽ പോവുകയായിരുന്നു. ഒക്ടോബർ 23 ഉച്ചയ്ക്ക് ശേഷം പുന്നപ്രയിലെ ക്യാമ്പിലെത്തിയ VSനോട് വാറന്റ് ഉള്ളതിനാൽ മാറി നിൽക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചു. ചെത്തു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഓളോന്ത്ര കൃഷ്ണൻകുഞ്ഞിന്റെ പൂക്കൈത 6-നരികിലുള്ള സഹോദരി ഭവാനി അമ്മയുടെ കരിമ്പാവ് വളവിലെ വീട്ടിലേക്ക് VS മാറി. പോലീസ് ക്യാമ്പിന്റെ അടുത്ത് പ്രകടനമെത്തിയതും ഇൻസ്പെക്ടർ വേലായുധൻ നാടാർ വെടിവെക്കാൻ ഉത്തരവിട്ടു. തോക്കിയെന്തിയ പോലീസിനെ വാരിക്കുന്തവുമായി സഹാക്കൾ നേരിട്ടു. 50ഓളം പേർ വെടിയേറ്റു വീണു. തെങ്ങുകയറ്റ തൊഴിലാളി ശങ്കരൻ ഇൻസ്പെക്ടറുടെ തല വെട്ടിമാറ്റി. 10ഓളം പോലീസുകാർ മരിച്ചു. ഈ സംഭവത്തിൽ പോലീസിനെതിരെ കലാപം ഉണ്ടാക്കിയതിന് VS വീണ്ടും പ്രതിയായി. പൂഞ്ഞാറിൽ ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ കഴിയുന്നതിനിടെ ഒക്ടോബർ 28 VS അറസ്റ്റിലായി. കൊടിയ മർദ്ദനത്തിനൊടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ലോക്കപ്പിന്റെ അഴികളിലൂടെ കാലുകൾ പുറത്തേക്കെടുത്തു. അഴികൾക്ക് വിലങ്ങനെ 2 കാലിലും ലാത്തി വെച്ച് കെട്ടി ലോക്കപ്പ് പൂട്ടി. കുറച്ച് പോലീസുകാർ ലോക്കപ്പിനകത്തും കുറച്ചു പേർ പുറത്തും നിന്നു. അകത്തുള്ളവർ തോക്കിന്റെ പാത്തി കൊണ്ട് ഇടിച്ചു. പുറത്തുള്ളവർ പാദങ്ങൾക്കകത്ത് ചൂരൽ കൊണ്ട് മാറി മാറി അടിച്ചു. വേദന അറിയാൻ പറ്റാത്തത്ര തീവ്രമർദ്ദനം. ബയണറ്റ് തോക്കിൽ ഘടിപ്പിച്ച ഒരു പോലീസുകാരൻ അതുകൊണ്ട് ഉള്ളംകാലിൽ ആഞ്ഞുകുത്തി. പാദം തുളഞ്ഞ് ബയണറ്റ് അപ്പുറത്തേക്ക്. ചോര ചീറ്റി ബോധം പോയി. മരിച്ചുവെന്ന് കരുതി കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. ഒട്ടേറെ കളവു കേസുകളിൽ പ്രതിയായ കേളപ്പനെയാണ് ശരീരം ജീപ്പിൽ കയറ്റാൻ ഏൽപ്പിച്ചത്. ജീപ്പ് മുന്നോട്ട് പോകവേ കേളപ്പൻ VSന്റെ മൂക്കിൽ കൈവച്ചു. ശ്വാസം നിലച്ചിട്ടില്ല. കേളപ്പൻ പറഞ്ഞാണ് VSനെ പാലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ കള്ളന്റെ കാരുണ്യമാണ് തന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പിന്നീടാണ് VS അറിഞ്ഞതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.